ശ്രീ ഫക്രുദ്ദീൻ അലി, ശ്രീനിവാസൻ സാർ പറഞ്ഞു വെച്ചെടുത്തുനിന്ന് ഞാൻ തുടങ്ങും. ഒരു പുതിയ ലോകക്രമം, എ ന്യൂ വേൾഡ് ഓർഡർ എന്നുള്ളത്. ഈ ഭാരതം കേവലം ഹിപ്പോക്രസിക്ക് പുറകെ പോകാതെ, ഏതെങ്കിലും ഇമേജ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഇടപെടലോ പ്രസ്താവനയോ നടത്താതെ, ഭാരതത്തിൻ്റെ താല്പര്യം, നമുക്ക് വേണ്ടതാരാ, നമ്മുടെ സുഹൃത്തുക്കൾ ആര്, നമുക്കൊരാവശ്യം വന്നാൽ ഒപ്പം നിൽക്കുന്നത് ആരൊക്കെ എന്നുള്ള കൃത്യമായ പ്രയോറിറ്റി വെച്ചാണ് ഈ കുറേ കാലമായി ഓരോരോ നിലപാടുകൾ സ്വീകരിക്കുന്നത്. ഇപ്പോൾ ഗാസ എന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോൾ ഭാരതം ഇസ്രയേലാണ് ഭാരതത്തിൻ്റെ സുഹൃത്ത് എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു സമീപനം ആണ് സ്വീകരിച്ചത്. അപ്പോഴൊക്കെ എന്താണ്, കോഴിക്കോടും തിരുവനന്തപുരത്തും മലപ്പുറത്തും ഒക്കെ റാലികൾ നടന്നുവെങ്കിലും ഭാരതത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു. അതുപോലെ തന്നെയല്ലേ ഇനി മുന്നോട്ടുള്ള പോക്കും. റഷ്യ എന്ന് പറയുന്നത് ആരെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ തള്ളിക്കളയാനാവില്ല. യുക്രൈൻ റഷ്യ യുദ്ധം നടന്നെങ്കിൽ ഇടപെടേണ്ട സമയത്ത് ഭാരതത്തിന് അവിടെ ഒരു പങ്കുണ്ടെന്ന് വരുമ്പോൾ ഇടപെടും. അതുപോലെ തന്നെയാണ് ഭാരതത്തിൻ്റെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ടുള്ള ഈ പുതിയ ചുവടുവയ്പ്. അല്ല, റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഈ പറയുന്ന ഇന്റർനാഷണൽ പോളിസി പ്രധാനമായും ജവഹർലാൽ നെഹ്റു നടപ്പിലാക്കി. എല്ലാ കാര്യത്തിലും ഒന്നുമില്ല. അത് മൂപ്പര് ഈ കാശ്മീർ വിഷയത്തിലൊക്കെ മൂപ്പർക്ക് ഉണ്ടായ ഒരു പ്രത്യേക താല്പര്യത്തിന്റെ പുറത്താണ്. അല്ലാതെ ഇപ്പൊ പലസ്തീൻ വിഷയത്തിലൊക്കെ അന്ന് പലസ്തീനെ സപ്പോർട്ട് ചെയ്തെന്ന് വെച്ചാൽ അന്ന് അറബ് രാജ്യങ്ങളായിട്ടുള്ള നമ്മുടെ ബന്ധവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഒരു തരത്തിലാണ്. ഇപ്പൊ ഈ പലസ്തീനുമായിട്ടും അല്ലെ പലസ്തീൻ വിഷയം നമ്മൾ പൂർണ്ണമായി പിൻവാങ്ങിയിട്ടൊന്നുമില്ലല്ലോ. നമ്മൾ PLO സപ്പോർട്ട് ചെയ്യുന്നത്, ബട്ട് വി ആർ അഗെയിൻസ്റ്റ് ഹമാസ്. അതേസമയം തന്നെ ഇസ്രായേലിനെ ആയിട്ടുള്ള സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള ബന്ധം നമ്മൾ നിലനിൽക്കുന്നു, കൂടുതൽ അവരുമായിട്ട് അടുക്കുന്നു എന്നുള്ളത് സത്യമാണ്. എനിക്കൊന്ന് ഇന്ദിരാഗാന്ധിയുടെ ലാസ്റ്റ് ടൈം ആകുമ്പോഴേക്ക് തന്നെ, അത് സമയം ആകുമ്പോഴേക്ക് ഇന്ത്യ ഫിനാൻഷ്യലി സ്ട്രെയിൻഡ് ആയി തുടങ്ങിയിരുന്നു. അപ്പൊ സ്ട്രെയിൻ ആയി തുടങ്ങിയതോട് കൂടി തന്നെ നമ്മൾ വേൾഡ് ബാങ്കിൽ നിന്ന് കൂടുതൽ കടമെടുക്കുന്നു, കൂടുതൽ റിഫോംസ് ഇവിടെ കൊണ്ടുവരുന്നു. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് പിന്നെ നരസിംഹറാവു മൻമോഹൻ സിംഗ് നടപ്പിലാക്കിയും വാജ്പേയി മോഡി ഇപ്പം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ ഗ്രാജുവൽ ആയിട്ട് ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ്. അല്ലാതെ സ്വന്തം ദേശീയ താല്പര്യങ്ങൾ മറികടന്നുകൊണ്ട് റൊമാൻറ്റിക് ആയി പോകാൻ ആർക്കും പറ്റില്ല. കുറച്ചെങ്കിലും പോയത് നെഹ്റുവാണ്. നെഹ്റുവിന്റെ അബദ്ധം ഇന്ദിരാഗാന്ധിക്ക് മനസ്സിലാകുകയും ചെയ്തോടെ ആയമ വളരെ വളരെ സൂക്ഷിച്ചാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. അപ്പം ആ ഒരു പാത കുറച്ചുകൂടി ഷാർപ്പായിട്ട് പോകുന്നു എന്നുള്ളതാണ്. അല്ലാതെ മോഡി ചെയ്യുന്ന കാര്യം, ആ ഒരു കാര്യം നിങ്ങൾ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് നോക്കാതെ വളരെ ഷാർപ്പായിട്ട് അദ്ദേഹം പോകുന്നു. ഇന്ദിരാഗാന്ധി ചുരുങ്ങിയ മറ്റുള്ളവരെ ലിസൺ ചെയ്യുമെങ്കിലും ചെയ്യായിരുന്നു. പക്ഷേ മോഡിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, റഷ്യന്റെ ഒരു പവർ ആളുകൾക്ക് അറിയില്ല. അതിന്റെ ഒരു ഉക്രൈൻ ഒരു സംഭവമല്ല. എന്നിട്ട് എന്തുകൊണ്ട് അവരത് ഉപയോഗിക്കുന്നില്ല എന്ന് വെച്ചാൽ, ഈ പറയുന്ന പുതിയ വേൾഡ് ഓർഡർ ഉണ്ടാക്കാനുള്ള ശേഷിയൊന്നും റഷ്യക്കില്ല, റഷ്യക്ക് തന്നെ അറിയാം. അവരെ സംബന്ധിച്ചിടത്തോളം നാറ്റോ അവരെങ്ങനെ ചുറ്റും സ്ട്രിങ് ഓഫ് ഫയർ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അവിടെ ചുറ്റുമുള്ള രാജ്യങ്ങൾ പല സാറ്റലൈറ്റുകൾ ഓരോന്നായിട്ട് അവർ നാറ്റോയിൽ എടുത്തുകൊണ്ട് മോസ്കോയുടെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് ആണവ മിസൈലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് ജീവിക്കണ്ടേ? അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അവർ യുക്രൈനോട് മര്യാദയ്ക്ക് പറഞ്ഞതാണ്. പക്ഷെ ഉക്രൈൻ കേൾക്കണ്ടേ ഒറ്റ ഭാഷ പറഞ്ഞാലും. അതുകൊണ്ടാണ് ഈ അറ്റാക്ക് നടത്തിയത്. അതും റഷ്യക്ക് ഇപ്പോഴേ കംപ്ലീറ്റ് അവർ തകർത്തെടുക്കാൻ അത് ചെയ്യാത്തതുകൊണ്ടാണ്. പക്ഷെ റഷ്യക്ക് ഭാഗത്തുണ്ടായ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, റഷ്യ വിചാരിച്ചതിന് അപ്പുറത്തേക്ക് സെലൻസ്കി പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. അയാൾ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ നാറ്റോ വിചാരിച്ച പോലെ ഈ യുദ്ധത്തിൽ ഇടപെട്ടിട്ടില്ല. അപ്പുറത്തെ സെലൻസ്കി വിചാരിച്ച നാറ്റോ ഫുൾ സപ്പോർട്ട് ചെയ്ത് റഷ്യനെ അങ്ങ് തോൽപ്പിച്ചു കളയാണ്. ആ സംഭവം നാറ്റോയും ചെയ്തില്ല. കാരണം അവിടെ നാറ്റോ രാജ്യങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ദേ നീഡ് ആൻ അഫ്ഗാനിസ്ഥാൻ ദർ. അവിടെ യൂറോപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അഫ്ഗാനിസ്ഥാൻ വേണം. അതിന്റെ പിന്നിലാണ് ഇപ്പം ശ്രീനിവാസ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു പുതിയ വേൾഡ് എല്ലാ ഇൻഡിപെൻഡന്റ് ഇതൊക്കെ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഈ ലോകത്തെ മൊത്തം തീരുമാനിക്കുന്ന വാൾ സ്ട്രീറ്റ് ആണ്. ആരെന്ത് ചെയ്യണമെന്നൊക്കെ അമേരിക്കയിലെ ആര് വരണമെന്ന് തീരുമാനിക്കുന്ന ഈ വാൾ സ്ട്രീറ്റ് ആണ്. അതാണ് ട്രംപ് അവർ തമ്മിലുള്ള പ്രശ്നം. അതൊക്കെ നമുക്കല്ല, സാറിന് അത് പറയാൻ പറ്റും. സാറിന്റെ ഡിപ്ലോമാറ്റ് ആയിരുന്നു. അപ്പൊ സാറിന് അമേരിക്കയിലെ ചില കാര്യങ്ങൾ സാറിന് പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ ഈ വാൾ സ്ട്രീറ്റിനെ സംബന്ധിച്ചിടത്തോളം അവര് തീരുമാനിക്കുന്ന വേൾഡ് ഓർഡറെ തൽക്കാലം ഈ ലോകത്ത് ഉണ്ടാകാൻ പോകുന്നുള്ളൂ. അതിനെതിരുണ്ടാക്കാൻ നോക്കിയൊന്നും റഷ്യയാണ് സംഭവിച്ചിട്ടില്ല. പിന്നെ വേറൊന്ന് താലിബാനിസ്റ്റുകളാണ്. അത് നടക്കാൻ പോകുന്നില്ല, ഉണ്ടാകാൻ പാടുമില്ല. അപ്പം ബേസിക്കലി വാൾ സ്ട്രീറ്റിന്റെ ആയുധ കമ്പനികളെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള കോൺഫ്ലിക്റ്റ് ആണ് അവിടെ നടക്കുന്നത്. പക്ഷെ റഷ്യയെ സംബന്ധിച്ചിട്ട് അവർക്ക് അവരുടേതായ ചില താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ലിമിറ്റഡ് സ്കെയിൽ വാറിൽ അവർ ഒതുക്കി നിർത്തിയിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട വളരെ ന്യൂട്രൽ ആയിട്ടുള്ള ഡിപ്ലോമാറ്റ്സുകൾ ഇത് പറഞ്ഞിട്ടുമുണ്ട്.